ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ്നസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അത് അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 4:18 താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇത് അബ്രഹാമിനെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. എബ്രഹാമിനോട് ദൈവം നിനക്ക് സന്തതി ഉണ്ടാകും, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാകും, ഭൂമിയിലെ മണൽത്തരികൾ പോലെ നിനക്ക് സന്തതി ഉണ്ടാകും എന്ന് ദൈവം പറയുമ്പോൾ അവൻ്റെ ഭാര്യയായിരുന്ന സാറയിൽ നിന്ന് അവൻ മുഖാന്തരം ഒരു കുഞ്ഞു ഉണ്ടായിട്ടില്ല. ഈ അരുളപ്പാട് കൊടുത്തതിന് ശേഷം വർഷങ്ങളായി. അതിനുശേഷം ദൈവം എബ്രഹാമിനോട് ഉറപ്പ് കൊടുത്തു, നിന്റെ ഭാര്യ സാറ തന്നെ ഒരു മകനെ പ്രസവിക്കും. തനിക്കന്ന് 100 വയസ്സുണ്ട്, തൻ്റെ ഭാര്യയ്ക്ക് 90 വയസ്സുമുണ്ട്. അവൻ തൻ്റെ ശരീരത്തിലേക്ക് നോക്കി ഒരു പുത്രോത്പാദനത്തിനുള്ള ശക്തി ഇനി ഈ ശരീരത്തിലില്ല എന്ന് അവന് ബോധ്യം വന്നു. തൻ്റെ ഭാര്യ സാറയ്ക്കും സ്ത്രീകൾക്കുള്ള മുറകളെല്ലാം നിന്നു പോയിരിക്കുന്ന ഒരവസ്ഥ. എന്നാൽ പറഞ്ഞിരിക്കുന്നത് ദൈവമായതുകൊണ്ട് എബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ അത് വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടു. ദൈവം വാക്കുമാറാത്തവനായ ദൈവമായതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനായ ദൈവം എബ്രഹാമിന് ഒരു മകനെ കൊടുത്തു. അവൻ്റെ സന്തതി ഇമ്മണ്ണമാകുമെന്ന് പറഞ്ഞ പ്രകാരം അവൻ പെരുകി ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വലിയ ജാതി, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് പറഞ്ഞ പ്രകാരം എബ്രഹാം ഇന്ന് നമ്മുടെയും വിശ്വാസികളുടെയും പിതാവായി തീരുവാൻ തക്കവണ്ണം ദൈവം അവന് കൃപ നൽകി. അത് അവൻ വിശ്വാസത്തിൽ നിന്ന് നേടിയെടുത്ത ഒരു കാര്യമാണ്. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനും കഴിയുകയില്ല. ഇവിടെ എബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന പല വാഗ്ദത്തങ്ങളും നടപ്പാകുമോ എന്ന് പല സന്ദർഭങ്ങളിലും നമുക്ക് സംശയമുളവാക്കിയേക്കാം. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നടക്കുമോ, സാധിക്കുമോ? എന്നാൽ നമ്മുടെ ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. അവൻ പറഞ്ഞ വാക്കുകളോ വാഗ്ദത്തങ്ങളോ ഒന്നും മാറിപ്പോകുകയില്ല. അവൻ വാക്ക് പറഞ്ഞതായതുകൊണ്ട് അവൻ കൃത്യമായിട്ട് ആ വാക്ക് നിറവേറും. ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് അവനത് പ്രവർത്തിക്കും. അങ്ങനെയാണ് ദൈവത്തിന് തൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം അത് ചെയ്യുന്നത്. നാം പഴയ നിയമ തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അതിൻ്റെ 6-ാം അധ്യായത്തിൽ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളെ കാണാൻ സാധിക്കും. അന്ന് ശമര്യ അല്ലെ ഇസ്രായേൽ രാജാവ് ശമര്യയിൽ ഭരിക്കുന്ന സമയത്ത് ശമര്യയ്ക്ക് ചുറ്റും ഒരു നിരോധനം ഏർപ്പെടുത്തി. അരാം രാജാവായ ബെൻഹദദ് അവൻ തൻ്റെ സൈന്യത്തെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് ഒരു ഉപരോധം ഏർപ്പെടുത്തി. അപ്പോൾ ശമര്യയിൽ നിന്ന് ആർക്കും പുറത്തിറങ്ങാനായിട്ട് പറ്റുകയില്ല, ആർക്കും ശമര്യയ്ക്കുള്ളിലേക്കും വരാനായിട്ട് പാടില്ല. ഇതെല്ലാം അടച്ച് ബന്ദോബസ്താക്കി വെച്ചിരിക്കുക. പുറത്തിറങ്ങി അവർ പിടിക്കും. ചുറ്റും വന്ന് അവർ കാവലിരിക്കുക. അവർ വന്നിരിക്കുന്നത് 1 ദിവസത്തേക്ക് 2 ദിവസത്തേക്കുള്ള പ്ലാനുകളോട് കൂടിയൊന്നുമല്ല. ഒരു ദീർഘനാളുകൾ ശമര്യയെ പ്രതിരോധത്തിലാക്കി അവരെ ഉന്മൂലനാശം ചെയ്യുവാനായിട്ടാണ് ബെൻഹദദ് വന്ന് കൂടെ അവിടെ ചുറ്റും പ്രതിരോധത്തിലാക്കി വെച്ചിരിക്കുന്നത്. അവർ നിറയെ ഭക്ഷണ സാധനങ്ങളും സ്വർണവും പണവും എല്ലാമായിട്ട് അവർ ഒരു ദീർഘനാളത്തേക്കുള്ള പദ്ധതികളുമായിട്ടാണ് അവർ വന്ന് ചുറ്റും തമ്പടിച്ചിരിക്കുന്നത്, പാളയമടിച്ചിരിക്കുന്നത്. ശമര്യയിൽ ഈ സമയത്ത് മഹാക്ഷാമം ഉണ്ടായി. കാരണം ക്രയവിക്രയങ്ങളൊന്നും നടക്കുന്നില്ല, കൊടുക്കൽ വാങ്ങലുകളിലൊന്നും നടക്കുന്നില്ല, പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല, പുറത്തുനിന്നൊന്നും വാങ്ങാനായിട്ടും പറ്റുന്നില്ല. അകത്തുള്ള സാധനങ്ങളെല്ലാം തീർന്നു തുടങ്ങി, ഭക്ഷ്യവസ്തുക്കളെല്ലാം തീർന്നു തുടങ്ങി, കളപ്പുരകളിലെല്ലാം ക്ഷാമം ശൂന്യമായി തുടങ്ങി. ഒന്നുമില്ല, വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് വന്നു. ഈ സമയത്ത് എന്താണ് കാഴ്ചകളെന്ന് കാണുവാനായിട്ട് ശമര്യയിലെ രാജാവ്, ഇസ്രായേൽ രാജാവ് ഈ മതിലിൻ്റെ മുകളിലൂടെ നടക്കുകയാണ്. കോട്ടമതിലെല്ലാം അടച്ചുറപ്പാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മതിലിലൂടെ നടക്കുമ്പോൾ 2 സ്ത്രീകൾ അവിടെ അന്ന് ആ സമയത്ത് ഒരു കഴുതയുടെ തലയ്ക്ക് തന്നെ ഭയങ്കര വില വന്നു. അത്രയ്ക്ക് മഹാക്ഷാമം അവിടെ ഉണ്ടായി. അപ്പോൾ ഈ രാജാവ് ഇങ്ങനെ മതിലിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ ഒരു സ്ത്രീ രാജാവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ എവിടെ നിന്ന് നിന്നെ രക്ഷിക്കുവാനായിട്ടാണ്? ഇവിടെ കളപ്പുരകളിലൊന്നുമില്ല, മുന്തിരിച്ചക്കിലൊന്നുമില്ല, പിന്നെ എങ്ങനെ നിന്നെ രക്ഷിക്കുവാനായിട്ടാണ്? ശരി, എന്താണ് നിൻ്റെ സങ്കടം, എന്താണെന്ന് പറയൂ. ഉടനെ സ്ത്രീ പറഞ്ഞു, രാജാവേ, ഞാനും വേറൊരു സ്ത്രീയും കൂടി ഒരു കരാറ് വെച്ചു. ഈ ക്ഷാമം കാരണം, ഈ ബുദ്ധിമുട്ട് കാരണം ഞാൻ അവരോട് പറഞ്ഞു,
ഞാൻ അവളോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, എൻ്റെ മകനെ നമുക്ക് രണ്ടാളും കൂടി പുഴുങ്ങി തിന്നാം, നാളെ നിൻ്റെ മകനെ നമുക്ക് പുഴുങ്ങി തിന്നാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മകനെ കൊന്ന് ഞാൻ പുഴുങ്ങി അവളും കൂടി ചേർന്ന് ഭക്ഷിച്ചു. എന്നാൽ പിറ്റന്നാൾ അവളുടെ മകനെ പുഴുങ്ങി തിന്നുന്ന സമയത്ത് അവൾ ആ മകനെ ഒളിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി. അവൻ അവിടെ ഭയങ്കരമായിട്ട് അവൻ വിഷമിക്കാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. അന്ന് അവിടെ പ്രവാചകനായിരിക്കുന്നത് എലീശ പ്രവാചകനാണ്. അപ്പോൾ എലീശ പ്രവാചകൻ എന്നോട് ഇവൻ പറയാണ്, ഈ ശമര്യ രാജാവ് പറയാണ്, എലീശ പ്രവാചകൻ്റെ തല ഇനി അവിടെ ഉണ്ടാകാൻ പാടില്ല. ഷാഫാത്തിൻ്റെ മകനായ എലീശയുടെ തല ഇന്ന് അവൻ്റെ ഉടലിന്മേൽ ഇരുന്നാൽ ദൈവം എന്നോട് തക്കവണ്ണം അധികവും ചെയ്യട്ടെ എന്ന് അവൻ പറഞ്ഞു. പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രവാചകന്മാർക്ക് വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ എലീശ പറഞ്ഞു, ആ കൊലപാതകപുത്രൻ എന്നെ കൊല്ലുവാനായിട്ട് ആളയച്ചിട്ടുണ്ട്, അവൻ പിന്നാലെ വരുന്നുണ്ട്, നിങ്ങൾ അവനെ തടുത്തുകൊള്ളാനായിട്ട് പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എലീശ പറഞ്ഞു, അപ്പോൾ എലീശ, യഹോവയുടെ അരുളപ്പാട് കേൾക്കുവിൻ, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ശെക്കേലിന് 1 സെയ ഗോതമ്പ് മാവും, 1 സെയ ഗോതമ്പ് മാവും, ശെക്കേലിന് 2 സെയ യവവും വിൽക്കുമെന്ന് പറഞ്ഞു. ഇത് അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം ശമര്യ പട്ടണത്തിനകത്ത് യാതൊന്നുമില്ല. വെളിയിലിരിക്കുന്നത് അരാം സൈന്യമാണ്. അവരാണെങ്കിൽ അതിഭയങ്കരമായ നിലയിൽ തമ്പടിച്ച് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് പ്രവാചകൻ പറയുന്നത്, നാളെ ശമര്യയുടെ പടിവാതിൽക്കൽ ശെക്കേലിന് 1 സെയ ഗോതമ്പ് മാവും, ശെക്കേലിന് 2 സെയ യവവും വിൽക്കുമെന്ന് പ്രവാചകൻ പറയുകയാണ്. അപ്പോൾ രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ പറഞ്ഞു, ദൈവം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാൽ പോലും ഈ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നത്തെ പ്രവാചകന്മാരെ പോലെയൊന്നുമല്ല. ദൈവത്തിൻ്റെ ദീർഘദർശി കൃത്യമായിട്ടും വളരെ പ്ലാനോടും കൂടി ദൈവത്തിൻ്റെ അറിയിപ്പാണ് കൊടുത്തത്. ഇന്നത്തെ പറയുന്ന പല ചീറ്റിപ്പോകുന്ന ദീർഘദർശനങ്ങളാണ് പലരും പറയുന്നത്. ഇവിടെ ഈ ദീർഘദർശി പറഞ്ഞ പ്രകാരം ഈ ദീർഘദർശിനെ ഇവൻ കളിയാക്കിയപ്പോൾ ദീർഘദർശി പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, നീ അതിൽ നിന്ന് ഭക്ഷിക്കില്ല, നിന്നെ ജനം ചവിട്ടി കളയുമെന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞു, കൈത്താങ്ങൾ കൊടുക്കുന്ന അകമ്പടി ആകാശത്തിലെ കിളിവാതിലുകൾ ഉണ്ടാക്കിയാൽ ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിനവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. പിന്നീട് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് രാത്രിയിൽ 4 കുഷ്ഠരോഗികൾ ശമര്യയുടെ പടിവാതിൽക്കൽ, അവർക്ക് അകത്തേക്ക് വരാനായിട്ട് കഴിയില്ല, അവർ പുറത്ത് നിൽക്കുക, കുഷ്ഠരോഗികളാണ്, അവരെ പുറത്താക്കിയിരിക്കുകയാണ്, പട്ടിണിയാണ്. ഇവിടുന്ന് ഈ ശമര്യ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് ഒന്നും കൊണ്ടുവരുന്നില്ല, കൊടുക്കുന്നില്ല, അവർ വളരെ കഷ്ടപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിലൊരു തീരുമാനം എടുത്തു, നമ്മൾ ഏതായാലും ഇവിടെ കിടന്ന് മരിച്ചു പോകും, അകത്തുനിന്നൊന്നും കിട്ടാനുമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അരാം സൈന്യത്തിൻ്റെ അടുക്കിലേക്ക് പോകാം, അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നമുക്ക് ജീവിക്കാം, അല്ല അവർ കൊന്നുകളയുകയാണെങ്കിൽ കൊന്നുകളയട്ടെ, അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് ഇവർ അരാം സൈന്യത്തിൻ്റെ പാളയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അരാം സൈന്യം അവിടെ ഭയങ്കരമായ പ്രതിരോധത്തിനായിട്ടാണ് വന്നിരിക്കുന്നത്. അവർ 1 വർഷത്തെ 2 വർഷത്തെ പ്ലാനോട് കൂടിയാണ് വന്നിരിക്കുന്നത്. ഗോതമ്പും അരിയും യവവും അതുപോലെ തന്നെ സ്വർണവും വെള്ളിയും വസ്ത്രങ്ങളും ഒക്കെ ആയിട്ടാണ് അവർ വന്ന് തമ്പടിച്ചിരിക്കുന്നത്. ടെൻ്റ് അടിച്ച് അവർ താമസിക്കുകയാണ് അവിടെ. ഒരു ചെറിയ ഹ്രസ്വമായ പ്ലാനല്ല, വലിയ പ്ലാനാണ്. അങ്ങനെ അവർ താമസിക്കുന്നത്. ഇവരവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, അരാം സൈന്യത്തിൻ്റെ പാളയങ്ങളിൽ ഒരു മനുഷ്യ കുഞ്ഞില്ല. ഇവർ വേഗം തന്നെ പാളയത്തിനകത്ത് കയറി ഭക്ഷണം ഉണ്ടായിരുന്നൊക്കെ എടുത്ത് കഴിച്ചു. അതിനുശേഷം കുറേ സ്വർണ്ണവും വെള്ളിയൊക്കെ ഉണ്ടായിരുന്നു എടുത്ത് ഒളിപ്പിച്ച് വെച്ചു, വസ്ത്രമൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞു, അയ്യോ ഇത് സദ്വർത്തമാന ദിവസമാണ്, ഇത് നമുക്ക് രാജാവിനെ അറിയിക്കണം, ഇത് നമുക്ക് എന്തായാലും മറച്ചു വെക്കണമെന്ന് പറഞ്ഞ് അവരെ പടിവാതിൽ ചെന്ന് രാജാവിനെ വിവരം അറിയിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇതെന്തോ ഗൂഢമായ പദ്ധതിയാണ്, നമ്മൾ വിശന്നിട്ട് പുറത്ത് വരുമെന്ന് വിചാരിച്ചിട്ട് അവർ മാറി നിൽക്കുകയാണ്, നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അവർ നമ്മളെ പിടിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഒരു 4-5 കുതിരകൾ കൂടി ബാക്കിയുള്ളതിനെ എല്ലാം പോയി അതിനെ അയച്ച് എന്താണെന്ന് കാര്യം അറിയാനായിട്ട് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ വഴിനീള ജീവനം കൊണ്ട് ഓടിപ്പോയിട്ട് വസ്ത്രങ്ങളെല്ലാം വഴിയിൽ കിടക്കുന്ന അവർ കണ്ടു. അങ്ങനെ വിവരം വന്ന് രാജാവിനെ അറിയിച്ചു. അന്ന് രാത്രിയിൽ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒരു വലിയ ശബ്ദമുണ്ടാക്കി. എന്താണ് ശബ്ദം എന്നറിയാവോ? അവിടെ ദൈവം ഉണ്ടാക്കിയ ശബ്ദം എന്ന് പറയുന്നത് വലിയ കുതിരകളുടെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെ ആരവം കേൾപ്പിച്ചിരുന്നുണ്ട്. അവർ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രാജാവ് ഹിത്ത് രാജാക്കന്മാരൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരൊക്കെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി. നമ്മുടെ ശത്രുക്കളെ തുരത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കയ്യിൽ ഒത്തിരി പദ്ധതികളുണ്ട്. നാം യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. യുദ്ധം ചെയ്യുന്നത് ദൈവമാണ്. ദൈവം ചിലപ്പോൾ രാത്രിയിൽ സ്വപ്നങ്ങളിലൂടെയോ അല്ലെങ്കിൽ രാത്രിയിൽ മറ്റു മനുഷ്യരിൽ കൂടെയോ ഒക്കെ ദൈവം ശബ്ദം കേൾപ്പിച്ചിട്ട് തന്നെ യുദ്ധം ചെയ്യും. ഇവിടെ ഇവർ നോക്കുമ്പോൾ ഒരു മഹാസൈന്യത്തിൻ്റെ ശബ്ദമാണ്, രഥങ്ങളുടെയും കുതിരകളുടെയും ഒരു മഹാസൈന്യത്തിൻ്റെയും ആരവം.
ഇത് ഒരാളല്ല കേൾക്കുന്നത്, അരാം സൈന്യത്തിലുള്ള സകല മനുഷ്യരും കേൾക്കുകയാണ്. തമ്മിൽ പറഞ്ഞു, അയ്യോ രാജാവ് കൂലിക്ക് വാങ്ങിയിട്ട് നമ്മളോട് യുദ്ധം ചെയ്യാൻ വരികയാണ്, നമുക്കൊരു കാര്യം ചെയ്യാൻ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. ചെറിയ ശബ്ദമൊന്നുമില്ല, അതിഭയങ്കരമായ ശബ്ദം. അങ്ങനെ ഇവർ ജീവനം കൊണ്ട് ഓടിപ്പോവുകയാണ്. എന്തായാലും അരാം സൈന്യത്തിൻ്റെ പാളയം ഇവർ കൊള്ളയിട്ടു. രാജാവും പരിവാരങ്ങളും എല്ലാം പുറത്തിറങ്ങി കൊള്ളയിട്ടു. ആ വസ്തുക്കളെല്ലാം അവിടെ കൊണ്ടുവന്ന് പിറ്റേന്ന് ശമരിയുടെ പടിവാതിൽക്കൽ പ്രവാചകൻ പറഞ്ഞ പ്രകാരം തന്നെ ശെക്കേലിന് 1 സെയ ഗോതമ്പ് മാവും 2 സെയ ശെക്കേലിന് 2 സെയ യവവും അവിടെ വിൽക്കപ്പെടുവാൻ തക്കവണ്ണമായിട്ടുണ്ട്. അതിന് മേലധികാരിയായിട്ട് വെച്ചത് ഈ അകമ്പടി നായകനെയാണ്. പക്ഷെ ജനം അവനെ തിക്കി തിരക്കി ചവിട്ടി കൂട്ടിക്കളഞ്ഞു. പ്രവാചകൻ പറഞ്ഞ പോലെ നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എന്നാൽ നീ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിൽ അനവധി പദ്ധതികളുണ്ട്. നമ്മുടെ ഇല്ലായ്മയിൽ, നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ ഞെരുക്കത്തിൽ നമ്മളെ രക്ഷിക്കുവാൻ തക്കോണം നാം ഒരിക്കലും വിചാരിക്കാത്ത നിലയിലുള്ള പദ്ധതികളും പ്ലാനുകളും തയ്യാർ ചെയ്ത് നമ്മളെ വിടുവിക്കുവാൻ തക്കോണം വാക്കുമാറാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തെ സംശയിക്കില്ലേ? അകമ്പടി നായകൻ അവനെ സംശയിച്ചു. ആകാശത്തിൻ്റെ കിളിവാതിലുകൾ, ചിലരൊക്കെ പറയുന്ന കേട്ടില്ലേ, ചില കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ആളുകളോട് ദൈവം എൻ്റെ സ്ഥിതി മാറ്റും, ദൈവം എൻ്റെ ഈ രീതിയെല്ലാം മാറ്റും എന്നെല്ലാം പറയുമ്പോൾ സ്വന്തക്കാരും ബന്ധുക്കളെല്ലാം പറയും, ഇപ്പോൾ ആകാശത്തിൽ നിന്ന് നൂലെ കെട്ടി നിനക്ക് ഇറക്കി തരും, നീ വല്ല കാര്യം നോക്ക്, നീ ഇതൊക്കെ വിട്ട് കളഞ്ഞിട്ട് പഴയ വിഗ്രഹാരാധനയിലേക്കൊക്കെ പോയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന പരിഹസിക്കുന്ന അനേക ആളുകളുണ്ടാവും. എന്നാൽ നമ്മുടെ ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. അവൻ നൂലെ കെട്ടി ഇറക്കുന്നതാണെങ്കിൽ നൂലെ കെട്ടി ഇറക്കി തന്നെ തരും. ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നാലും നടക്കില്ല എന്ന് പറഞ്ഞ ആ മനുഷ്യൻ്റെ മുൻപിൽ തന്നെ അതെ അരാം സൈന്യത്തെ ഓടിച്ചു വിട്ട് ആ പാളയം കൊള്ളയിട്ട് ശെക്കേലിന് 1 സെയ യവവും 1 സെയ ഗോതമ്പ് മാവും 2 സെയ യവവും വിൽക്കുവാൻ തക്കോണം ദൈവം പ്ലാനുകളെ ക്രമീകരിക്കുന്നവനാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനായ ഒരു ദൈവം, നമ്മുടെ ദൈവം വാക്കുമാറാത്തവനാണ്. അതുകൊണ്ട് പ്രിയ സഹോദര, പ്രിയ സഹോദരി, സംശയിക്കില്ലേ? ഈ കഷ്ടത മാറും, ഈ ഞെരുക്കം മാറും, ഈ ബുദ്ധിമുട്ട് മാറും. ഇതെല്ലാം മാറിയിട്ട് ദൈവം നിന്നെ കൂടുതൽ അനുഗ്രഹത്തിലേക്കും നന്മയിലേക്കും കൃപയിലേക്കും കൊണ്ടുവരും. നമ്മുടെ ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു സംശയമില്ലാതെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ, വാക്കുമാറാത്തവനായ, സത്യം മാത്രം സംസാരിച്ചിരിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസനായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങയുടെ വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങ് വാക്കുമാറാത്ത ദൈവമായതുകൊണ്ട് സ്തോത്രം. കർത്താവെ, നാളെ ഈ നേരത്തെ ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവെ, അത് വിശ്വസിക്കുവാൻ അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കർത്താവെ, എബ്രഹാം ചിന്തിച്ചതുപോലെ അവൻ്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് ഒരു കുഞ്ഞ് ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നുള്ളത് ആശയ്ക്ക് വിരോധമായിട്ട് അവൻ ആശയോടെ വിശ്വസിച്ചു എന്ന് ഞങ്ങൾ വായിക്കുന്നു. കർത്താവെ, ശമരിയിലെ ആ പടിവാതിൽക്ക് അവിടെ നിൽക്കുന്ന അകമ്പടി നായകനും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവിടെയുള്ള ബാക്കിയുള്ള ജനങ്ങളാരും ഒരു നെഗറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞില്ല. എന്നാൽ ദൈവം, വാക്കുമാറാത്ത ദൈവം, പിറ്റേന്നാൾ അവിടെ ശമരിയുടെ പടിവാതിൽക്കൽ ശെക്കേലിന് 1 സെയ ഗോതമ്പ് മാവും 2 സെയ യവവും വിൽക്കത്തക്ക നിലയിൽ ദൈവമേ കാര്യങ്ങളെ ക്രമീകരിച്ചത് ഞങ്ങൾ കാണുന്നു. കർത്താവേ, അങ്ങ് എത്രയോ നല്ലവനായ ദൈവം, വാക്കുമാറാത്ത ദൈവം, ഞങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുന്ന ഒരു നല്ല ദൈവം ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾ കഷ്ടത്തിലൂടെയോ ഞെരുക്കത്തിലൂടെയോ കടന്നു പോകുമ്പോൾ ദൈവമേ, ഈ വചനം അവരെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, അവരെ അനുഗ്രഹിക്കണമേ. അടിയൻ്റെ ജീവിതത്തിലും അനവധി നന്മകൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടല്ലോ കർത്താവേ, അനവധി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ കർത്താവേ. അതുകൊണ്ട് കർത്താവിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഈ വചനങ്ങളാൽ എല്ലാവരെയും സഹായിക്കണമേ. പ്രത്യേകിച്ച് കർത്താവ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെയൊക്കെ അനുഗ്രഹിക്കുന്നു. കർത്താവ്, അവരൊരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവ്, വചനം അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ. കർത്താവ്, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്തായിട്ട് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ഞങ്ങൾ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.